ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിച്ചാലോ? ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. ആം ഹംഗ്രി. ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. ആം ഹംഗ്രി. എനിക്ക് വിശന്നിട്ട് വയ്യ, ഒത്തിരി വിശക്കണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. ആം ഹംഗ്രി. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? മുജെ ഭൂക്ക് ലഗി ഹേ. മുജെ എനിക്ക്, ഭൂക്ക് വിശപ്പ്, ലഗി ഹേ വിശക്കുന്നു, എനിക്ക് ഭയങ്കര വിശപ്പ്. മുജെ ഭൂക്ക് ലഗി ഹേ. ഭൂക്ക് വിശപ്പ്. മുജെ ഭൂക്ക് ലഗി ഹേ. ആം ടേസ്റ്റി. മുജെ ഭൂക്ക് ലഗി ഹേ എന്ന് പറഞ്ഞ് എനിക്ക് വിശക്കുന്നു. അതുപോലെ ഇടയ്ക്ക് നമ്മൾക്ക് ഭയങ്കര ദാഹമായിരിക്കും, ഭയങ്കരമായിട്ട് ദാഹിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും അത്? ആം ടേസ്റ്റി. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, ദാഹിക്കുന്നു എന്നൊക്കെ പറയും അല്ലേ. മുജെ ഭൂക്കിന് പകരം എന്താ? പ്യാസ് ലഗി ഹേ. പ്യാസ് ദാഹം. മുജെ നമുക്കറിയാം എനിക്ക്, ലഗി ഹേ എന്ന് പറഞ്ഞാൽ ഇത് ദാഹിക്കുന്നു, വിശക്കുന്നു എന്നൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നതാണ് ലഗി ഹേ. അപ്പോൾ മുജെ ഭൂക്ക് ലഗി ഹേ എന്ന് പറഞ്ഞാൽ വിശക്കുന്നു. മുജെ പ്യാസ് ലഗി ഹേ, എനിക്ക് ദാഹിക്കുന്നു. പ്യാസ് ദാഹം. മുജെ പ്യാസ് ലഗി ഹേ. ഐ വോണ്ട് ടു ഗോ ഔട്ട്. ഐ വോണ്ട് ടു ഗോ ഔട്ട്. എനിക്ക് ഒന്ന് പുറത്ത് പോകണം. ഇന്ന് ഒഴിവു ദിവസമാണ്, എനിക്കൊന്ന് പുറത്ത് പോകണം, ഞാൻ പുറത്ത് പോവുകയാണ് എന്നൊക്കെ എങ്ങനെയാണ് പറയുക? മൈം ബാഹർ ജാന ചാഹത്താ ഹും. മൈം ഞാൻ, ബാഹർ പുറത്ത്, പുറത്ത്, ബാഹർ പുറത്ത്, ജാന പോകാൻ, ചാഹത്താ ഹും ആഗ്രഹിക്കുന്നു, എനിക്ക് പുറത്തു പോകണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വാക്കുകൾ ഗ്രാമർ നോക്കിയിട്ടല്ല നമ്മൾ ഇങ്ങനെ പറയുക. മൈം ബാഹർ ജാന ചാഹത്താ ഹും. അർത്ഥം നോക്കി വരുമ്പോൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ പുറത്ത് പോകുന്നതിന് ആണ് ഇങ്ങനെ പറയുന്നത്. മൈം ബാഹർ പുറത്ത്, ജാന ചാഹത്താ ഹും പോകാൻ ആഗ്രഹിക്കുന്നു, പോകുന്നു, പോകണം എന്നൊക്കെ പറയുന്നത്. ഐ ലൈക്ക് പിസ്സ. ഐ ലൈക്ക് പിസ്സ. എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിസ്സ കഴിക്കാനായിട്ട് എന്ന് നമ്മൾ കൂട്ടുകാരോട് പറയുകയാണ്. അതെങ്ങനെ പറയും? മയം പിസ്സ പസന്ത് കർത്താ ഹും. പിസ്സ പസന്ത് കർത്താ ഹും. ഞാൻ പിസ്സ ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്നു. മയം ഞാൻ പിസ്സ, പിസ്സയ്ക്ക് അത് തന്നെ പസന്ത് ഇഷ്ടപ്പെടുക, കർത്താ ഹും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇനി വേറെ വല്ലതുമൊക്കെ പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? മയം പിസ്സ എന്നുള്ളത് മാത്രം മാറ്റാം. ദോശ പസന്ത് കർത്താ ഹും. മയം ഇഡ്ഡലി പസന്ത് കർത്താ ഹും. മയം കോഫി പസന്ത് കർത്താ ഹും. മയം ചാവൽ പസന്ത് കർത്താ ഹും. മയം റോട്ടി പസന്ത് കർത്താ ഹും. റോട്ടി നമ്മൾ ചപ്പാത്തി ഒക്കെയാണ് സാധാരണ റോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മയം റോട്ടി പസന്ത് കർത്താ ഹും. മയം ചാവൽ അരി, ചോറ് എന്നാണ് നമ്മൾ ചാവൽ എന്ന് പറയുന്നത്. അപ്പോൾ മയം ബാത്ത് എന്നും പറയും. ബാത്ത് എന്ന് പറഞ്ഞാലും ചോറാണ്, ചാവൽ എന്ന് പറഞ്ഞാലും ചോറാണ്. അപ്പോൾ മയം ചാവൽ പസന്ത് കർത്താ ഹും. മയം പിസ്സ പസന്ത് കർത്താ ഹും. മയം ഇഡ്ഡലി പസന്ത് കർത്താ ഹും. മയം ദോശ പസന്ത് കർത്താ ഹും. അപ്പോൾ ആ സാധനത്തിൻ്റെ പേര് മാത്രം മാറ്റുക. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. എനിക്ക് ഉറക്കം വരുന്നു, ഒത്തിരി ക്ഷീണമുണ്ട്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറയുന്നതിന് എന്താ? ഐ ആം ഫീലിംഗ് സ്ലീപ്പി. മുജെ എനിക്ക്, നീന്ത് ഉറക്കം, നീന്ത് ഉറക്കം, ആരഹീഹെ വരുന്നു. മുജെ എനിക്ക്, നീന്ത് ഉറക്കം, ആരഹീഹെ വരുന്നു. മുജെ നീന്ത് ആരഹീഹെ എനിക്ക് ഉറക്കം. ഇറ്റ്സ് വെരി കോൾഡ് ടുഡേ. ഇറ്റ്സ് വെരി കോൾഡ് ടുഡേ. ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഇന്നത്തെ ദിവസം ഒരു മഴയും പരിപാടിയൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പ് നല്ല തണുപ്പുണ്ട് എന്ന് പറയുന്നതിന് എന്ത് പറയും? ആജ് ബഹുത്ത് ടണ്ട് ഹേ. ആജ് ബഹുത്ത് ടണ്ടാ ഹേ എന്നും പറയും. ടണ്ട്
രണ്ടും തണുപ്പ് തന്നെ. ടണ്ട എന്ന് പറഞ്ഞാലും ടണ്ട് എന്ന് പറഞ്ഞാലും തണുപ്പാണ്. അപ്പോൾ ആജ് ഇന്ന്, ബഹൂത്ത് വളരെ, ടണ്ട് ഹെ തണുപ്പാണ്. ഇനി ഇത് ചൂടാണെങ്കിൽ ഇത് തന്നെ എന്താക്കിയാൽ മതി, കോൾഡ് എന്നുള്ളിടത്ത് ഹോട്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ, അതെങ്ങനെ പറയും? ആജ് ബഹുത്ത് ഗർമി ഹേ. ആജ് ബഹുത്ത് കോൾഡ് എന്ന് പറയുന്നത് ഹിന്ദിയിൽ ടണ്ട് അഥവാ ടണ്ട. ഇനി ഗർമി ചൂട്, ഗരം, ഗരമും ഗർമിയും രണ്ടും ഒന്ന് തന്നെയാണ്. ചൂട് ഗരം എന്നും പറയാം, ഗർമി എന്നും. ആജ് ബഹുത്ത് ഗർമി ഹേ, ആജ് ज़्यादा गर्म होता है, आज बहुत गर्मी है. അപ്പോൾ ഗർമി, ടണ്ട് ഇത് രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി അത് തന്നെ. ഐ ആം ആംഗ്രി വിത്ത് യു. ഐ ആം ആംഗ്രി വിത്ത് യു. എനിക്ക് നിന്നോട് ദേഷ്യമാണ്, എനിക്ക് നിന്നോട് ദേഷ്യമാണ് എന്നങ്ങനെ പറയും? മയും തുംസെ നാരാജ് ഹും. മയും ഞാൻ, എനിക്ക്, തുംസെ നിന്നോട്, നാരാജ് ഹും നാരാജ് ദേഷ്യം. ഗുസ്സ പറഞ്ഞാലും നാരാജ് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. മയം തുംസെ നാരാജ് ഹും, മയം തുംസെ ഗുസ്സ കർത്തി ഹും, അല്ലെങ്കിൽ മയം തുംസെ ഗുസ്സാഹും, നാരാജ് ഹും രണ്ടും ദേഷ്യം എന്നാണ് അർത്ഥം. അപ്പം മയും തുംസെ നാരാജ് ഹും, ഞാൻ നിന്നോട് ദേഷ്യത്തിലാണ്, എനിക്ക് നിന്നോട് ദേഷ്യമാണ്. മയും തുംസെ നാരാജ് ഹും. ഐ തിങ്ക് സോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരാൾ പറയുകയാണ്, അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അവൻ ഭയങ്കര അഹങ്കാരിയ, കേമന ഒരുത്തനെ കുറിച്ച് പറയുക. അപ്പോൾ നമുക്കും അങ്ങനെ തോന്നിയാണെങ്കിൽ നമ്മൾ പറയാം, എനിക്കും അങ്ങനെ തന്നെ, ഞാനും കരുതുന്നത് അങ്ങനെ തന്നെ, എനിക്കും അങ്ങനെ തോന്നുന്നേ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഐ തിങ്ക് സോ, അങ്ങനെ തന്നെ. അത് തന്നെ ഹിന്ദിയിൽ പറയുമ്പോൾ മുജേ ബി ഐസാ ഹി ലഗ്താ ഹെ. മുജേ ബി എനിക്കും, നിനക്ക് അങ്ങനെ തോന്നി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മുജേ ബി എനിക്കും കൂടി തോന്നുന്നത്, ബി കൂടി എന്നാണ് അർത്ഥം എന്ന് പറയും. മുജേ ബി ഐസ അതുപോലെ, ഐസ എന്ന് പറഞ്ഞാൽ അതുപോലെ. മുജേ ബി ഐസ ലഗ്തി ഹെ തോന്നുന്നു. മുജേ ബി ഐസ ലഗ്തി ഹെ എനിക്കും അതുപോലെ തന്നെ തോന്നുന്നു, അതുപോലെയാണ് തോന്നുന്നത്. ആർ യു മാഡ്? നിനക്ക് പ്രാന്താണോ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ, നിനക്ക് പ്രാന്താണോ എന്ന് നമ്മൾ ചോദിക്കുക. എന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ദേഷ്യം കയറിയിട്ട് നമ്മൾ നിനക്ക് പ്രാന്താണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കുക? ക്യാ തും പാഗലോ, അല്ലെങ്കിൽ തും പാഗലോ ക്യാ, ക്യാ തും പാഗൽ ഹോ, അങ്ങനെ ചോദിച്ചാലും തും പാഗൽ ഹോ ക്യാ, ക്യാ ലാസ്റ്റ് ചോദിച്ചാലും ശരി തന്നെയാണ്. തും പാഗൽ ഹോ ക്യാ, അല്ലെങ്കിൽ ക്യാ തും പാഗൽ ഹോ. ഹൗ ഡു യു നോ? ഹൗ ഡു യു നോ, നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? ഹൗ ഡു യു നോ, നീ എങ്ങനെ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ അറിയാം അത് എന്നെങ്ങനെ ചോദിക്കും? ആപ്കോ കൈസെ മാലൂം, ആപ്കോ കൈസെ മാലൂം, നിനക്ക് എങ്ങനെ അറിയാം? ആപ്കോ നിനക്ക്, താങ്കൾക്ക്, കൈസെ എങ്ങനെ, മാലൂം അറിയാം. അത് തന്നെ ആപ്കോ കൈസെ പത, നിനക്ക് അതെങ്ങനെ അറിയാം? പത എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. നോ എന്നാണ്, മാലൂം പത എന്ന് രണ്ടും പറഞ്ഞാലും നോ, KNOW, നോ അറിയുക, അറിയും എന്നാണ് അർത്ഥം. അപ്പം ആപ്കോ കൈസെ പത, നിനക്ക് എങ്ങനെ അറിയാം? ആപ്കോ കൈസെ മാലൂം, നിനക്ക് എങ്ങനെ അറിയാം? ഐ വിൽ ഗോ ദർ, ഐ വിൽ ഗോ ദർ, ഞാൻ അവിടെ പോകും. ഐ വിൽ ഗോ ദർ, ഐ വിൽ ഗോ ദർ, ഞാൻ അവിടെ പോകും. മയും ഞാൻ, വഹാം അവിടെ, ജാവൂങ്ക പോകും. മയും വഹാം ജാവൂങ്ക, ഇനി ഞാൻ ഇവിടെ പോകും. മയും വഹാം എന്നുള്ളടത്ത് യഹാം ഇവിടെ, ജാവൂങ്ക അല്ലെങ്കിൽ ആവൂങ്ക, ജാവൂങ്ക പോകും, ആവൂങ്ക വരും. മയും വഹാം ആവൂങ്ക, ഞാൻ അവിടെ വരാം അല്ലെങ്കിൽ അവിടെ വരും. മയും വഹാം ജാവൂങ്ക, ഞാൻ അവിടെ പോകും. ഡു ഇറ്റ് അഗൈൻ, ഡു ഇറ്റ് അഗൈൻ, അത് ഒന്നുകൂടി വീണ്ടും ചെയ്തേ, ശരിയായില്ല, വീണ്ടും ചെയ്, ഇനി അതൊന്നുകൂടി ആവർത്തിക്കുക, വീണ്ടും ചെയ്യും. റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നതിനാണ്
ഇസേ ഫിർസെ കരേം. ആദ്യം മുതൽ ചെയ്. ഇസേ ഒന്നുകൂടി ചെയ്. ഇസേ ഫിർസെ വീണ്ടും കരേം ചെയ്യ്. ഇസേ ഫിർസെ കരേം. ഇസേ ഫിർസെ കരേം. ആസ് യു വിഷ്. നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ആഗ്രഹം പോലെ, എന്താണെന്ന് വെച്ചാൽ ചെയ്. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്, നിൻ്റെ ആഗ്രഹം പോലെ ചെയ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആസ് യു വിഷ് എന്ന് പറയും. ജൈസി ആപ്കി ഇച്ഛ. ജൈസി ആപ്കി ഇച്ഛ. എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത് നിൻ്റെ ഇഷ്ടം പോലെ. ആപ്കി ഇച്ഛ നിൻ്റെ താങ്കളുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ ആപ്കി മർജി, രണ്ടും ഒന്ന് തന്നെയാണ്. ജൈസി ആപ്കി മർജി നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ആഗ്രഹം പോലെ. ജൈസി ആപ്കി ഇച്ഛ നിൻ്റെ ഇഷ്ടം പോലെ, രണ്ടും ഒന്ന് തന്നെയാണ്. മർജി ഇച്ഛയും വിഷാണ് ഉദ്ദേശിക്കുന്നത്, വിഷ് ആഗ്രഹം. ഓക്കെ, അപ്പം ജൈസി ആപ്കി ഇച്ഛ, ജൈസി ആപ്കി മർജി. അറ്റ് എനി കോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തായാലും വേണ്ടൂല, അതെനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്കത് ചെയ്തേ പറ്റൂ, എനിക്കത് തരണം എന്നൊക്കെ നമ്മൾ പറയും. എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങിയിരിക്കും. അപ്പോൾ എന്ത് വില കൊടുത്തും എന്നാണ് അറ്റ് എനി കോസ്റ്റ്. കിസി ബി കിമ്മത്ത് പേർ. കിസി ബി കിമ്മത്ത് പേർ. എന്ത് വില കൊടുത്തും. കിമ്മത്ത് വില. കിസി ബി എന്ത് തരത്തിലായാലും എന്ത് വില കൊടുത്തും എന്നുള്ളതാണ് കിസി ബി കിമ്മത്ത് പേർ. കിസി ബി കിമ്മത്ത് പേർ എന്ത്. കാം ഡൗൺ. കാം ഡൗൺ. ശാന്തമാ. നീ ഒന്ന് ശാന്തമായിട്ടിരിക്കേ, എന്നിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം. ശാന്താക്, ശാന്തമായിരിക്കുക, കൂൾ ഡൗൺ എന്ന് നമ്മൾ പറയാമല്ലേ, കാം ഡൗൺ. അതിന് ഹിന്ദിയിൽ ശാന്ത് ഹോ ജാന, ശാന്ത് ഹോ ജാവോ രണ്ടും പറയാം. തും ശാന്ത് ഹോ ജാന, ശാന്തമായിട്ടിരിക്കുന്നേ. തും ശാന്ത് ഹോ ജാവോ, ശാന്തമായിരിക്കൂ. ശാന്ത് ഹോ ജാവോ, ശാന്ത് ഹോ ജാന. ഇന്ന് ടീച്ചർ ഈ പറഞ്ഞ ഈ പഠിപ്പിച്ച സെൻറ്റൻസൊക്കെ നിങ്ങൾ പഠിക്കുമല്ലോ അല്ലേ. അപ്പോൾ കുറേ സെൻറ്റൻസുകളായി ടീച്ചർ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്നത്. ഇതിലെത്ര സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. വീട്ടിൽ തന്നെ ആയാലും അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ കൂട്ടുകാരോടായാലും ഒക്കെ പറഞ്ഞു നോക്കണം. ഓക്കെ, അതുപോലെ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ഇതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ബൈ.